തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ട് UDF. മടക്കരയിൽ LDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ ലീഗ് ആക്രമണം. മംഗൽപാടിയിലും മധൂരിലും സ്ഥാനാർത്ഥികളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ചെറുവത്തൂർ പഞ്ചായത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ മടക്കരയിൽ വെച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടത്. പതിയിരുന്ന് നേരത്തെ കരുതിയിരുന്ന കല്ലും കുപ്പികളും പ്രകടനത്തിന് നേരെ ആദ്യം വലിച്ചെറിഞ്ഞു. പിന്നാലെ 30ഓളം പേർ ആണിയടിച്ച വാരിയും കമ്പിപ്പാരയും കമ്പിയും ഉപയോഗിച്ച് പ്രകടനത്തിനുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം പറഞ്ഞ് സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ CPIM പ്രവർത്തകരായ TV രജിത, ജിനേഷ്, അക്ഷയ് കൃഷ്ണൻ, KK രമേശൻ, അലൻ പ്രദീപ്, ആദർശ് എന്നിവരെ ചെറുവത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗൽപാടി 2ാം വാർഡ് ഉപ്പളഗേറ്റിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച NCP മഞ്ചേശ്വരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഷ്റഫ് പച്ചിലമ്പാറയുടെ വീട്ടിലേക്ക് UDF പ്രവർത്തകർ ഇരച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടു. അഷ്റഫിന്റെ ഭാര്യ ഹവാബിയുടെ ഇരുകാലുകൾക്കും പരിക്കേറ്റു. ഗർഭിണിയായ മകൾ അമീറയെയും മകൾ ഷൈലയെയും ആക്രമിച്ചു. പരിക്കേറ്റ അഷ്റഫ് പച്ചിലമ്പാറയെയും കുടുംബത്തെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സുലൈഖ മുഹമ്മദ് അലിയുടെ വീടിനും 9ാം വാർഡ് സ്ഥാനാർത്ഥി നൂർജഹാൻ ഗഫൂറിന്റെ വീടിന് നേരെയും ലീഗുകാർ ആക്രമണം അഴിച്ചുവിട്ടു. വീടിന് നേരെ പടക്കമെറിഞ്ഞു. ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും തകർത്തു. ആക്രമണത്തിൽ പരിക്കേറ്റ നൂർജഹാനെയും ഉമ്മ കുഞ്ഞാമിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് UDF നടത്തുന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ജനങ്ങളോട് നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനവും വെല്ലുവിളിയുമാണ് UDFന്റെ പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു കൂട്ടം ഗുണ്ടകൾ കാസർഗോഡ് ജില്ലയിൽ പ്രകടിപ്പിച്ചത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞാൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിക്കുകയുണ്ടായി. കർശനമായി ഇത് തടയണം. ആവശ്യമായ പോലീസ് ഫോഴ്സുകൾ ഉണ്ടാവണം. ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആരൊക്കെയാണോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പേരാൽ കണ്ണൂരിൽ UDF അക്രമി സംഘം CPIM ഓഫീസ് ആക്രമിച്ച് ഫർണിച്ചറും കൊടിമരങ്ങളും തകർത്തു. CPIM പ്രവർത്തകരുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ അസൈനാർ കൂരിത്തളം, 4 വയസ്സുള്ള മകൾ ഇസാൻ എന്നിവർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ, P ജനാർദ്ദനൻ, LDF കൺവീനർ KP സതീശ്ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.